എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെ, നിങ്ങളെല്ലാവരും തംബ്ലൈനിൽ കണ്ടതുപോലെ ഐസ്ക്രീം കോൺ. നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ? അതിനായി ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യുക. അതും പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം മൈദ ആഡ് ചെയ്യുക. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആ മധുരം നമുക്ക് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് ഈ മിക്സ് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മിക്സിലേക്ക് എഗ്ഗിൻ്റെ 2 വൈറ്റ് പോർഷൻ മാത്രം എടുക്കുക. ഞാനിവിടെ 2 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മെൽറ്റ് ചെയ്ത ബട്ടറും. ഇനി ഈ മിക്സ് എല്ലാം നല്ല രീതിയിൽ, നല്ല സ്മൂത്ത് പേസ്റ്റ് രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ മാവ് ഇച്ചിരി കട്ടിയായിരിക്കും. അത് നല്ലോണം മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ലൂസ് പരുവത്തിൽ നമുക്ക് കിട്ടും. ഇത് നമുക്കൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടും ഡെസേർട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മനസ്സിലേക്ക് ഓടി വരുന്നത്, പണ്ടൊക്കെ വെക്കേഷൻ ടൈമിൽ ഒരു 11-12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ചേട്ടൻ ഈ പറഞ്ഞ കോൺ ഐസ്ക്രീമും സോന പപ്പടി പോലത്തെ ഒരു ഐറ്റം ഒക്കെ ആയിട്ട് വരും കേട്ടോ. അതൊക്കെ ഒരു കാലം. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ആ മിക്സ് നമ്മളൊരു 15 to 20 മിനിറ്റ്സ് റെഫ്രിജറേറ്ററിൽ വെച്ച് നല്ല രീതിയിൽ തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ എടുക്കുക. നമ്മൾ ദോശയൊക്കെ ചുടുന്ന പോലെ നല്ല നൈസായിട്ട് ചുട്ടെടുക്കുക. ഇതിൻ്റെ ഒരു സൈഡ് നല്ല ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് മാത്രമേ നമ്മൾ തിരിച്ചിടാൻ പാടുള്ളൂ. അങ്ങനെ 2 സൈഡും നല്ല രീതിയിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴത്തേക്കും നമുക്കത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ഒരു കോൺ രൂപത്തിൽ ഇത് നമുക്ക് ചുരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് കയ്യിൽ കോണിൻ്റെ ഷേപ്പിൽ എന്തുണ്ടോ അത് വെച്ച് നമുക്ക് ചുരുട്ടാം. എൻ്റെ കയ്യിൽ ഇവിടെ ഒരു ബോട്ടിലാണുള്ളത്. ഞാൻ ഈ ബോട്ടിൽ വെച്ചാണ് ഒരു കോൺ ഷേപ്പ് രീതിയിൽ ചുരുട്ടിയെടുക്കുന്നത്. അതും ചൂടോടുകൂടി വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള കോൺ ഇവിടെ റെഡിയായി. ഇനി കുട്ടികളൊക്കെ വാശി പിടിക്കുമ്പോഴത്തേക്കും നേരെ ഉണ്ടാക്കിക്കോട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.